ഞാനിപ്പോൾ ഉള്ളത് മാഹിപ്പള്ളിയിലാണ്. മാഹിപ്പള്ളിയിൽ പെരുന്നാൾ സീസൺ ആയതുകൊണ്ട് തന്നെ തലശ്ശേരി മാഹി റൂട്ടിലൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം ഏകദേശം രാത്രി 9:45 ഈ മാതാവിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഇപ്പുറത്തെ സൈഡിലൂടെ വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ചന്തയിലേക്കാണ്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിതൊക്കെ ഒന്ന് കണ്ടാൽ തന്നെ സന്തോഷമാണ്. എനിക്ക് വാങ്ങേണ്ടത് 1-2 സാധനങ്ങൾ മാത്രമായിരുന്നു. അത് ഓൾറെഡി ഞാൻ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയത്. അതല്ലെങ്കിൽ കാണുന്ന അതും ഇതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വരും. ഈശോയുടെ ഈ രൂപമൊക്കെ ഒന്ന് നോക്കിയേ, എന്ത് ചൈതന്യത്തോടെയല്ലേ അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം പിന്നെ എന്തായാലും വാങ്ങാനൊക്കെ തോന്നും, സ്വാഭാവികമാണ്. അവിടെ തന്നെ നോക്കി നിന്നോണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ പല ചിന്തകളും ഉണ്ടാകുമെന്നുള്ള ധാരണയിൽ ഞാനിതാ മുന്നോട്ടേക്ക് നീങ്ങി. അപ്പോഴാണ് ഈ ഉണ്ണിയേശു എൻ്റെ കണ്ണിൽപ്പെട്ടത്. എന്തൊരു രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷെ ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് അവിടെ തിരിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് സിസ്റ്റേഴ്സാണ് എന്നെ ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അതിനുശേഷം എല്ലാ വർഷവും മുടങ്ങാതെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. എന്തോ അതൊരു അനുഗ്രഹമായിട്ട് തന്നെ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ കമ്മലിൻ്റെ സെക്ഷനൊന്ന് നോക്കിയേ. ആക്ച്വലി എനിക്കിത് ഒരുപാട് ഇഷ്ടമായെങ്കിലും റേറ്റ് കേട്ടപ്പോൾ ഞാൻ കുറച്ചൊന്ന് ബാക്ക് അടിച്ചു. കാരണം 200, 300, 400 വരെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെറുതെ നോക്കി നിന്നുകൊണ്ട് എൻ്റെ സമയം കളയണ്ടെന്ന് ഞാൻ തീരുമാനിച്ചപ്പോഴാണ് ഇപ്പുറത്തുള്ള ഈ പൊട്ടിൻ്റെ സെക്ഷൻ എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഈ പണ്ട് മുതലുള്ള നമ്മൾ ഈ നടുവാരൊക്കെ തൊട്ട് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളൊന്നും ഇപ്പോൾ ഫാൻസിലൊന്നും അവൈലബിൾ അല്ല എന്തായാലും. അതുകൊണ്ട് തന്നെ ആ കൗതുകത്തോടെ ഞാൻ ഇതൊക്കെ നോക്കി നിന്നു. അപ്പോൾ ചേട്ടനിത് ഈ മാല നോക്കാൻ വേണ്ടി അപ്പുറത്തെ കടയിലേക്ക് പോയി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണിത്. എല്ലാം നോക്കും, പക്ഷെ ഒന്നും വാങ്ങൂല. ഞങ്ങൾ അതിനുശേഷം നേരെ പോയത് ഇങ്ങോട്ടേക്കാണ്, പഴയകാലം മിഠായി കടയിലേക്ക്. എൻ്റെ പൊന്നെ, ഞാൻ ഇതുവരെ കാണാതെ ഒരുപാട് സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. പക്ഷെ പലതിൻ്റെയും ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യവും അറിയില്ലല്ലോ. പക്ഷെ കുറേലൊക്കെ വാങ്ങി എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് പുളിമുട്ടായി മാത്രമായിരുന്നു. സമയം ഒരുപാട് വൈകി. രാത്രി ഏകദേശം 11:15 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പോകാതിരുന്നാൽ ശരിയാവില്ല. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല, ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയതായിരുന്നല്ലോ. അപ്പം നമ്മൾ മാഹിയോട് ചാറ്റ് പറയുമ്പോഴാണ് നമ്മുടെ ഒരുപാട് നോസ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഈ മാഹി പാർക്ക് കണ്ടത്. പോട്ടെ, വിശുദ്ധം തന്നെ മാറണം, നമുക്ക് പിന്നെ സംസാരിക്കാമല്ലോ. അപ്പം നമ്മൾ നേരെ വിട്ടത് MRയിലേക്കാണ്. MRയിലെത്തി അവിടെ നിന്ന് ഈ പുസ്തകം പഠിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വെറൈറ്റി എന്തോ ഓർഡർ ചെയ്യാൻ പോകുന്നു. ഒരിക്കലുമല്ല. എന്താ ഓർഡർ ചെയ്യുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാൻ നിൽക്കാതെ ഈ പ്ലേറ്റും കറക്കിക്കൊണ്ട് അവിടെ അങ്ങോട്ട് ഇരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് കൂടുതലുള്ളൊരു മീറ്റ് ബീഫാണ്. അതുകൊണ്ട് എന്തായാലും അതേ ഓർഡർ ചെയ്യുന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കൂടെ കഴിക്കാൻ സ്വാഭാവികമായിട്ടും പൊറോട്ട അല്ലെങ്കിൽ അപ്പം. അങ്ങനെ അത് കഴിച്ചു. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു. ഇത് കണ്ടോ, മഴയും മിന്നലും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ലൈറ്റൊന്നും കത്തുന്നില്ല. അരുൺ ഐസ്ക്രീമിൻ്റെ ഈ 2 ബൈറ്റൂടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. തിരുവനന്തപുരത്തിൻ്റെ ഈ ഒരു ബോക്സും പിന്നെ വെഞ്ചരിച്ചൊരു കൊന്തയും മാത്രമാണ് ഞാൻ മാഹിപ്പള്ളിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ടാറ്റാ.